നമസ്കാരം. ഇത് രാജീവാണ്, അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന്. അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻ്ററാണ്. കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രം പഠിപ്പിക്കുന്ന സ്ഥലമാണെന്ന് നിങ്ങൾക്കറിയാം. അത് പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന ജൂൺ 2024 പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ, പലരുടെ മനസ്സിലും ധാരാളം സംശയങ്ങളുണ്ടാകും. അവരിപ്പോൾ പഠിക്കുന്ന രീതികൾ, ഇനി അങ്ങോട്ട് അവലംബിക്കുന്ന എന്ത് രീതിയിലാണോ അവർ പഠിക്കുന്നത്, അത് അവരുടെ പാസ് പെർസെൻറ്റേജിനെ, പാസിംഗ് ചാൻസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനുമായിട്ട് കാണണം. നിങ്ങളുടെ പാസിംഗ്, അതായത് നിങ്ങൾ പാസ്സാകലാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഇവിടെ നിങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ചില മിസ്റ്റേക്കുകളും നിങ്ങൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ. ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അവസാനത്തെ ലെഗ് ഓഫ് റിവിഷനിലാണ്. റിവിഷൻ അവസാന ലെഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരു തെറ്റ് സർ പറയുകയാണ്, ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരിക്കലും പുതിയ ഒരു ടോപ്പിക് പഠിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്കുകൾ റിവൈസ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യലാണ് നിങ്ങളുടെ ഈ സമയത്ത് ലക്ഷ്യമുണ്ടാകേണ്ടത്. അതായത് നിങ്ങളിപ്പോൾ എന്താണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റിൽ നിങ്ങൾ ആൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എടുത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മനസ്സിലേക്ക് ഉറപ്പിക്കാനാണ് ഈ സമയം ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പുതിയ ഒരു ടോപ്പിക് പഠിക്കാൻ ശ്രമിക്കാതിരിക്കുക. പുതിയ ഒരു ടോപ്പിക്കും, അതായത് ഏതെങ്കിലും ഒരു പുതിയ ടോപ്പിക്ക് നിങ്ങൾ ടെലിഗ്രാം ചാനലോ മറ്റോ കാണുന്നു, ഉടനെ ഞാനിത് പഠിച്ചിട്ടില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് ആലോചിച്ച് പഠിക്കരുത്. അത് ഏറ്റവും വലിയ അബദ്ധമാണ്. അത് നിങ്ങളുടെ ആൾറെഡി അറിയുന്ന ടോപ്പിക്കുകളെ കൺഫ്യൂസ് ചെയ്യുന്നതിനും പുതിയ ടോപ്പിക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനും സാധിക്കും. സമയനഷ്ടമാണ്. നമുക്ക് പിന്നീട് പാസ്സൊക്കെ ആയതിനു ശേഷം ആ ടോപ്പിക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പിന്നീട് പഠിക്കാം. ഡൺ. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫാസ്റ്റ് റിവിഷനാണ് ആവശ്യം. ഒരു പുസ്തകമെടുത്ത് സമയമെടുത്ത് 4 ദിവസം കൊണ്ടോ 5 ദിവസം കൊണ്ടോ റിവൈസ് ചെയ്യാൻ ഇനി നിങ്ങളുടെ കയ്യിൽ സമയമില്ല. നിങ്ങളുടെ കയ്യിൽ സമയം എന്ന് പറയുന്നത് ആകെ ഇനിയുള്ളത് ഒരാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ നമ്മുടെ എല്ലാ ബുക്കും റിവൈസ് ചെയ്യണം. മാക്സിമം സമയം റിവൈസ് ചെയ്യണം. അതിനർത്ഥം ദയവ് ചെയ്ത് ഓരോ പുസ്തകത്തിലെയും ഓരോ ചാപ്റ്റർ എടുത്ത് ലഞ്ചിന് മുമ്പ് ഒരു ചാപ്റ്റർ തീർക്കാം, ചായയ്ക്ക് മുമ്പ് ഒരു ചാപ്റ്റർ തീർക്കാം, കിടക്കുന്നതിന് മുമ്പ് ഒരു ചാപ്റ്റർ തീർക്കാം. ഇങ്ങനെ തീർക്കാൻ നമ്മളെടുത്ത് സമയമില്ല. രാജീവ് സാറ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഫാസ്റ്റ് റിവിഷൻ പുസ്തകം വെച്ച് ചെയ്യേണ്ടതെന്ന്. അതുപോലെ നിങ്ങൾ ആ പുസ്തകം വെച്ച് റിവൈസ് ചെയ്യുക. പുസ്തകം വെച്ച് നിങ്ങൾക്കറിയുന്ന ടോപ്പിക്കുകൾ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടി, മെമ്മറൈസ് ചെയ്യുന്നതിന് വേണ്ടി പഠിക്കുക. ഒരു ദിവസത്തിൽ ഒരു പുസ്തകം നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങൾ എത്ര പ്രാവശ്യം റിവൈസ് ചെയ്യുന്നുവോ അത്ര പ്രാവശ്യം റിവൈസ് ചെയ്യുക. പറ്റുമെങ്കിൽ ഒരു ദിവസത്തിൽ 4 പ്രാവശ്യം പുസ്തകം റിവൈസ് ചെയ്യാൻ പറ്റണം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിങ്ങനെ മറച്ചു നോക്കിയിട്ട് നമുക്ക് ഓരോ ടോപ്പിക്കുകൾ നോക്കുക, അത് മനസ്സിലാവേണ്ടത് നോക്കുക, മനസ്സിലാവില്ലെങ്കിൽ ഒന്ന് നോക്കുക, പിന്നെ മനസ്സിലായ ടോപ്പിക്കുകൾ മറച്ചു വിടുക. അത് അങ്ങനെ വന്നാൽ പുസ്തകത്തെ മാക്സിമം പ്രാവശ്യം നിങ്ങളുടെ കണ്ണുകളും നിങ്ങളുടെ മനസ്സും ആ പുസ്തകത്തിലൂടെ പോകണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ ഉള്ള ടെക്നിക്കുകളൊന്നുമില്ല. ചിലരൊക്കെ പറയും നിങ്ങൾ അവസാന ദിവസം പുസ്തകം മുഴുവനും അറിയുന്ന പാഠങ്ങൾ ഉറപ്പിച്ച് പഠിക്കുക. അറിയുന്ന പാഠങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രൊഫഷണൽ കോഴ്സ് പഠിപ്പിക്കുന്ന ആൾക്കാരോ ഒരു പ്രത്യേക പാറ്റേണിലല്ല പരീക്ഷകൾ നടത്തുന്നത്. അവർ ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് സർപ്രൈസുകൾ തരും. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ടോപ്പിക്കുകൾ ചിലപ്പോൾ അടുത്ത പരീക്ഷയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഡോണ്ട് ഗെറ്റ് ഫൂൾഡ്. അത് അബദ്ധം ചെയ്യരുത് എന്ന് തന്നെയാണ് രാജീവ് സാറിന് പറയാനുള്ളത്. അപ്പോൾ മാക്സിമം പ്രാവശ്യം, ഇപ്പോൾ 2 മോഡ്യൂളും ഒരുമിച്ച് എഴുതുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? മാക്സിമം പ്രാവശ്യം റിവൈസ് ചെയ്യാൻ ശ്രമിക്കണം. എങ്ങനെയാണ് മാക്സിമം പ്രാവശ്യം റിവൈസ് ചെയ്യുക? നിങ്ങൾ അതിനെ മെല്ലെ ഓരോ പ്രാവശ്യമായിട്ട് ഒരു പുസ്തകം എടുക്കുക. ആ ഒരു പുസ്തകം ഉച്ചയ്ക്ക് മുമ്പ് 2 പ്രാവശ്യം, 6 മണിക്ക് മുമ്പ് 2 പ്രാവശ്യം ഓടിച്ചോടിച്ച് വായിക്കുക. ഐ റിപ്പീറ്റ്, ഓടിച്ചോടിച്ച് പഠിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ എന്തുണ്ടാവും?
നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു ടോപ്പിക്കുകൾ ബേസ് ചെയ്യും. നമ്മുടെ സർപ്രൈസ് അതിലാണെങ്കിൽ നമ്മൾ പെടുകയും ചെയ്യും. അങ്ങനെ ഒരു സർപ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ഡോണ്ട് ഗെറ്റ് ഫുൾഡ് ഓൺ ദാറ്റ്. 3, നിങ്ങൾ ഒരു ഡിസ്ട്രാക്ഷനും നിങ്ങൾക്ക് ഉണ്ടാവരുത്. യാതൊരു തര ഡിസ്ട്രാക്ഷനും. സിനിമകൾ വരാം, പാട്ടുകൾ വരാം, കല്യാണമുണ്ടാകാം, അപ്പുറത്തെ പള്ളിയിലോ അമ്പലത്തിലോ അല്ലെങ്കിൽ ചർച്ചിലോ ഒക്കെ പെരുന്നാളുണ്ടാകാം, അല്ലെങ്കിൽ ഉത്സവങ്ങളുണ്ടാകാം, അത്യാവശ്യമായിട്ട് സ്ഥലങ്ങൾക്ക് പോകേണ്ടി വരാം. ചില ഫ്രണ്ട്സ് ആദ്യമായിട്ട് വിളിച്ച് കുറേ നേരം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാകാം. നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾ ഡിസ്കഷൻ ഉണ്ടാകാം. ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ മുകളിൽ നിങ്ങളുടെ ഫാമിലിക്ക് വളരെ വലിയ ഒരു പ്രതീക്ഷയുണ്ട്. നിങ്ങളുടെ ഫാമിലിക്കൊരു പ്രതീക്ഷയുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചൊരു ധാരണയുണ്ട്. ആ ധാരണ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. മനസ്സിലായല്ലോ? അതല്ലാതെ ഇവിടെ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് വേണ്ട. പറ്റുമെങ്കിൽ മൊബൈൽ ഉപേക്ഷിക്കുക. മൊബൈൽ അത്യാവശ്യം സമയത്ത് മാത്രം, ഊണ് കഴിക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് നോക്കുക, അവസാനം രാത്രി 2 മിനിറ്റ് നോക്കുക. അനാവശ്യമായി എല്ലാ ഇൻസ്റ്റാഗ്രാം പേജുകളിലും പോയി ലൈക്ക് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാരോട് സംസാരിക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടി സമയം കളയുക. എത്ര സമയം നിങ്ങൾ ഗാഡ്ജറ്റുകളിൽ നഷ്ടപ്പെടുത്തുന്നുവോ അത്രയും സമയം നിങ്ങളുടെ ലൈഫിൽ നഷ്ടമാണ്. ഗാഡ്ജറ്റ് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചധികം സമയം അത് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ഒരു താല്പര്യം നിങ്ങൾക്കുണ്ടാകും. സോ യു നീഡ് ടു ബി വെരി മച്ച് കെയർഫുൾ. ഓക്കെ, സോ ഒരു ഡിസ്ട്രാക്ഷനും ഉണ്ടാവരുത്, ഒരു ഡിസ്ട്രാക്ഷനും സാധ്യത കൊടുക്കരുത്. ദെൻ ഇനി അനാവശ്യമായി നിങ്ങൾ ഈ ടെലഗ്രാം ചാനലുകളിലോ മറ്റുള്ള സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളിലോ ഗ്രൂപ്പുകളിലോ ചില ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ടാകും. ഇതെന്താണ്, ഈ കണക്ക് നിങ്ങൾക്കറിയുമോ, ഇത് നിങ്ങൾ ഈ ടോപ്പിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ വരും. ഇതൊന്നും ഒരിക്കലും നിങ്ങൾ അതിന് മുകളിൽ സമയം കളയരുത്. അത് പലപ്പോഴും എന്തായിരിക്കും എന്ന് വെച്ചാൽ ഏതോ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കുകയാണ്. അത് ചിലപ്പോൾ ICSEയുടെ സിലബസിൽ പോലും ഉണ്ടാവില്ല. എന്തിനാണ് നമ്മൾ അതിന് സമയം കളയണേ? നമ്മുടെ സമയം അതിന് കളയാനുള്ളതല്ല. സോ ഫോക്കസ് ഓൺ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഫോക്കസ് ചെയ്യുക. പുതിയതായി പഠിക്കാനില്ല. അനാവശ്യമായിട്ട് ടെലഗ്രാമിൽ ഇങ്ങനെ നാക്കിയിരുന്ന് സമയം കളയണ്ട കേട്ടോ. ഒരു ഷോർട്ട് കട്ടും ഇല്ല. ഒരു മാഷക്കും നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് കമ്പനി സെക്രട്ടറി കോഴ്സ് പാസ്സാകാനുള്ള ടെക്നിക്ക് പറഞ്ഞു തരാൻ സാധിക്കില്ല. അവസാന നിമിഷം കിട്ടുന്ന ഒരു നോട്ട് കൊണ്ടൊന്നും നിങ്ങൾ പാസ്സാകില്ല. നിങ്ങൾ ഇതുവരെ പഠിച്ചത് ആരാണോ പഠിപ്പിച്ചത് അവർ തരുന്ന നോട്ടാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഞാൻ ഒരാളും എല്ലാ മാഷന്മാരും എത്ര ട്യൂട്ടർമാരുണ്ടോ മെൻറ്റർമാരുണ്ടോ ഇവരൊക്കെ എന്താ ചെയ്യേണ്ടത്? അവരെ കുട്ടികളെ ജയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത്. സംശയമൊന്നും വേണ്ട. എന്നാൽ ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റുകളായിരിക്കും, നോട്ടുകളായിരിക്കും ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഏത് നോട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുക? ഞാൻ തരുന്ന നോട്ടുകളായിരിക്കും. പുതിയ നോട്ടുകൾ ഡൗൺലോഡ് ചെയ്യുക, സകല ടെലഗ്രാം ചാനലിലും മെമ്പറായി അതിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ എടുത്ത് പഠിക്കാൻ ശ്രമിക്കുന്നത് ബ്ലണ്ടറാണ്. അതിനൊന്നും ഇപ്പം നമ്മൾ നിൽക്കേണ്ട, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഒരു പ്രയോറിറ്റൈസ് യുവർ സെൽഫ്. നിങ്ങളുടെ കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളാണ് ഇപ്പോൾ അനാവശ്യമായ സംശയം ക്ലിയർ ചെയ്യാൻ, മറ്റുള്ള കൂട്ടുകാരുടെ സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അവർക്ക് സഹായിക്കുക. ഇതൊന്നും ചെയ്യേണ്ട സമയം ഇപ്പോഴല്ല, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അവരെ സഹായിക്കാം. ദെൻ ഇനി മുതൽ സംശയങ്ങൾ ചോദിക്കരുത്. സംശയങ്ങൾ ചോദിക്കുന്നത് അപകടമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ സ്വയം ചിന്തിക്കുന്ന നിർത്തണം. ഇനി ആരോടും, എന്നോടോ അല്ലെങ്കിൽ ഒരാളോടും നിങ്ങൾ സംശയങ്ങൾ ചോദിക്കരുത്. ധാരാളം സംശയങ്ങൾ ഞാൻ ആൻസർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ആൻസർ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഡൗട്ട്സുകൾ നിങ്ങളെ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ നിങ്ങളെ ഫോക്കസ് ചെയ്യിപ്പിക്കും. അപ്പം നിങ്ങൾ ഒരു ചോദ്യത്തിന് ഉത്തരം പോലും നിങ്ങൾ കണ്ടെത്തില്ല. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് സ്വയം ക്ലിയർ ചെയ്യുക. സ്വയം ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ഡൗട്ടാണെങ്കിൽ വിട്ടേക്കുന്നേ, അത് നോക്കണ്ട, ഇനി അതിൻ്റെ ആവശ്യമില്ല. ദെൻ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, പാസ്റ്റ് പേപ്പേഴ്സ് നിങ്ങൾ ഡെഫിനറ്റായിട്ട് നോക്കണം. അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള സ്കാനേഴ്സും അല്ലെങ്കിൽ ക്വസ്റ്റൻ ആൻസേഴ്സ് ഒക്കെയാണ് രാജു സാർ തന്നിട്ടുള്ളത്, പേടിക്കണ്ട. പക്ഷേ പാസ്റ്റ് പേപ്പേഴ്സ് എന്ന അതേ ചോദ്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യും എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രൊഫഷണൽ കോഴ്സ് നടത്തുന്ന ആൾക്കാരോ സാധാരണ എന്ത് ചെയ്യില്ല, അവർ പാസ്റ്റ് പേപ്പേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യങ്ങൾ ചോദിക്കില്ല. അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. പാസ്റ്റ് പേപ്പേഴ്സിന് ഇത്ര ശതമാനം ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ രീതിയൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ പാസ്റ്റ് പേപ്പേഴ്സ് വായിക്കുന്നത് നിങ്ങൾക്ക് അവർ ചോദ്യം ചോദിക്കുന്ന രീതി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സഹായിക്കും. അതല്ലാതെ പാസ്റ്റ് പേപ്പറിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നും അതേ ചോദ്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലെന്നല്ല ഞാൻ ഈ പറയുന്നത്. ധാരാളം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് ഡസൻറ്റ് മീൻ ദാറ്റ് ആക്ച്വലി ഓൾ ദ ക്വസ്റ്റ്യൻസ് വിൽ ബി റിപ്പീറ്റഡ്. സോ അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവരുത്. ദെൻ സർപ്രൈസുകൾ പ്രതീക്ഷിക്കണം.
എക്സ്പെക്ട് സർപ്രൈസസ്, പ്രതീക്ഷിക്കുക സർപ്രൈസുകളെ ഉറപ്പായിട്ടും ഈ പ്രൊഫഷണൽ കോഴ്സിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾ സർപ്രൈസുകളാണ് ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സർപ്രൈസ് ഉണ്ടാകും. ആ സർപ്രൈസിനെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെ വേണം നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വിചാരിക്കാത്ത രീതിയിൽ ചോദ്യം കാണുന്ന സമയത്ത്, ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ തോന്നുകയും ഷർട്ടിനുള്ളിൽ വേർക്കൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ വേർത്ത് കഴിഞ്ഞാലും ടെൻഷൻ അടിച്ചാലോ ഒക്കെ എന്താ ഉണ്ടാവുന്നത്, ഉള്ളതുപോലും മറന്നു പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ചോദ്യങ്ങൾ വലുതാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഞാനിവിടെ പറയുകയാണ്, നിങ്ങൾ ഒരു തരത്തിലും പേടിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സർപ്രൈസുകളെ നിങ്ങൾ പ്രതീക്ഷിക്കണം. ദെൻ അനാവശ്യമായി ഈ പല സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളിലും നമുക്ക് പല ന്യൂസുകളും വരും. അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്, അതങ്ങനെ ചോദിക്കാം. നോക്കൂ, ഞങ്ങളെല്ലാം പറയുന്നത് കറക്റ്റായിരുന്നു എന്ന് വിശ്വസിക്കുക. ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കാനാട്ടോ ഞാൻ എന്താ പറയണമെന്ന് മനസ്സിലാക്കിയിട്ട്. ഞങ്ങളെല്ലാം പറയുന്നത് കറക്റ്റായിരുന്നു എങ്കിൽ ഇന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പാസ് പെർസെൻറ്റേജ് 50% മുകളിലായിരുന്നിരിക്കണം. ശരിയാണോ ഞാൻ ഈ പറയുന്നത്? അല്ലെങ്കിൽ 60%, 70% ആയിരിക്കണം. ഇന്ന് ഇവിടെ എത്രയാണ്? പ്രൊഫഷണലിന് പോലും 10 മുതൽ 13% വരെ പാസ് പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ. അതിനർത്ഥം ഒരാൾ പറയുന്നത്, ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം കേട്ടുകൊണ്ട് പുതിയൊരു കുട്ടി പഠിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും അയാൾക്കത് ഉപയോഗം ചെയ്യും. അതേസമയം പുറത്തുള്ള ഒരാൾക്ക് എന്നെ അറിയില്ല, എനിക്ക് ആ കുട്ടിയെ അറിയില്ല. അപ്പം ഞാൻ തരുന്നത് ഒരു കോമൺ കമൻറ്റാണ്. മനസ്സിലാവുണ്ടോ ഞാൻ ഈ പറയണത്? അപ്പം അതുകൊണ്ട് തന്നെ ആ മാർക്കറ്റിൽ വരുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ വരുന്ന ന്യൂസുകളെ വിശ്വസിക്കാതിരിക്കുക, അതിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. അത് പലപ്പോഴും നിങ്ങളുടെ കോൺസെൻട്രേഷനെ വ്യതിചലിപ്പിക്കാൻ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സഹായിച്ചേക്കാം. അതുകൊണ്ട് തന്നെ അപകടമാണ് അത് ചെയ്യാതിരിക്കുക. ഇത്രയേ എനിക്ക് പറയാനുള്ളത്. അതായത് ഫോക്കസ് ഓൺ വാട്ട്? നിങ്ങളുടെ റിവിഷനിൽ എത്ര പ്രാവശ്യം റിവൈസ് ചെയ്യാൻ സാധിക്കുമോ? ഒരു ദിവസം ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം റിവൈസ് ചെയ്യാൻ പറ്റും, അത്രമാത്രം നിങ്ങൾക്ക് അതിൻ്റെ ആ ടോപ്പിക് കൂടെ നിങ്ങളുടെ കണ്ണുകൾ ഇങ്ങനെ പോയിട്ടുണ്ടാവും. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ടു ലേൺ. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുകൊണ്ട് തന്നെ ഈ 2 സിലബസ് എഴുതുന്ന ആൾക്കാർക്ക് കുറച്ച് ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അവർ കൂടുതൽ നന്നായിട്ട് മാനേജ് ചെയ്യണം. അതേസമയം ഒരു മോഡ്യൂളും 2 മോഡ്യൂൾ എഴുതുന്ന ആളുടെ കാര്യം ഞാൻ പറഞ്ഞത്, ഒരു മോഡ്യൂൾ മാത്രം എഴുതുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം സമയം റിവൈസ് ചെയ്യാൻ പറ്റും. യു ഷുഡ് നോട്ട് കം ബാക്ക് ബൈ സേയിങ് ദാറ്റ് സാർ എനിക്ക് റിവൈസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരരുത്. കാരണം ലൈഫിൽ ചില കാര്യങ്ങൾക്ക് ചില സമയമുണ്ട്. ആ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം. നിങ്ങൾ വിജയിക്കണമെന്ന ആഗ്രഹത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിജയിക്കും എന്ന് ഞാൻ ആശിക്കുന്നു. ഞാനത് വിഷ് ചെയ്യുന്നു. സോ വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇത് കണ്ടു എന്ന് വെച്ച് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്കിത് ഉപയോഗപ്പെട്ടാൽ ഞാൻ സന്തോഷവാനാണ്. അടുത്തൊരു വീഡിയോ വരേക്ക് ഇത് രാജീവാണ്. താങ്ക് യു വെരി മച്ച്.